അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഈ സമയം അതാ റാഹില ഷെറീനയോട് പറയുന്നു, അതെ ആ ഷമ്മാസ് എങ്ങാനും കയറി വന്നാലേ നമ്മളെ പച്ചക്ക് കത്തിക്കും, വേഗം പോവുക. പിന്നെ നമ്മളെ കുറച്ച് കള്ളികളുണ്ട്, അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെ അറിഞ്ഞിക്കണമെങ്കിലേ നമുക്ക് തൽക്കാലം ഇവിടുന്ന് വേഗം പോവുക. ഐഷുമ്മ, ഞങ്ങൾ പോട്ടെ, ഞങ്ങൾ പിന്നെ വരാം, ഞങ്ങൾ ഇടങ്ങാറുകൊണ്ട് കയറി വന്നാണ്. ഏതായാലും വല്ലാത്തൊരു സങ്കടം കേട്ടപ്പോൾ, അതുകൊണ്ടാണ്. എന്നാലും ഇപ്പം എങ്ങനെയല്ലേ അത് കയ്യോ, ഒരു ഭർത്താവ് ഉണ്ടായിട്ട് മറ്റൊരുത്തൻ്റെ കൂടെ അഴിഞ്ഞാടൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഐഷുമ്മക്ക് എന്ത് പറയണമെന്നായിപ്പോയി. അതെ, അഴിഞ്ഞാടിക്കണോ ഇല്ലേ അതൊന്നും എനിക്കറിയില്ല. അതൊന്നും നിങ്ങൾ പറഞ്ഞതിനോട് എനിക്ക് വിശ്വാസമില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് ഓൾക്ക് എങ്ങനെ അഴിഞ്ഞാടാൻ കഴിയണം? പത്തും തേഞ്ഞ് നിൽക്കുന്ന പെണ്ണാണോള്. നിങ്ങൾ പറഞ്ഞത് എനിക്ക് പൂർണ്ണമായും വിശ്വസിക്കാനാവില്ല. പൊന്നാര ഐഷുമ്മ, ഓളെ പെറ്റ തള്ളനെയാണ് പറഞ്ഞത്, ഞങ്ങളല്ല. ഞങ്ങൾ പോവുകയാണ്, ഞങ്ങൾ കാര്യങ്ങളൊന്ന് പറഞ്ഞു എന്ന് മാത്രം. റായിലെ തിരക്ക് കൂട്ടുന്നതിന് ഷമ്മാസ് എങ്ങനെ കയറി വന്ന് ആകപ്പാടെ പൊളിക്കും. നമ്മൾ പൊന്ന് കട്ടക്ക, അതൊന്നും ഇവിടെ ഐഷുമ്മ അറിഞ്ഞിട്ടില്ല. ഇപ്പം കിട്ടുന്ന ഈ സഹായം കിട്ടിയെങ്കിലായി, വേഗം ഇവിടുന്ന് രക്ഷപ്പെടുക. അങ്ങനെ അതാ റായിലും ഷെറീനയും അവിടുന്ന് പോകുന്നു. എന്നാൽ അവർ ഗേറ്റ് കടന്ന് പോകുന്നത് ഷമ്മാസ് വരുന്ന വഴിയിൽ കണ്ടു. ഒരു നിമിഷം അവൻ അവിടെ കാർ നിർത്തി ഒന്ന് നോക്കി. അതേത് രണ്ട് പെണ്ണുങ്ങൾ? ഒരു നിമിഷം അവൻ ഞെട്ടിപ്പോയി. റബ്ബേ, അതെ റാഹില, ഇവിടെ ജോലിക്ക് നിന്ന് ആ പെണ്ണ്, ഓല തെത്താത്ത ഷെറീന. റബ്ബേ പടച്ചോനെ, ഈ ഷെയ്ത്താന്മാർ വീണ്ടും പരിപാടിഞ്ഞു. അങ്ങനെ അതാ ഉമ്മയുടെ അടുത്തേക്ക് ഷമ്മാസ് ചെല്ലുന്നു. ഉമ്മ, ആ മോനെ, ആരാണോ പോയതുമ്മ? അതിൻ്റെ പൊന്നാര, അതിൻ്റെ കഥയൊന്നും പറയണ്ട. വല്ലാത്ത മനുഷ്യനൊരു സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്ത് പോലും മനസ്സൊക്കെ ഒരു ഇടങ്ങാറുണ്ട് കൊണ്ടു. എന്തുമ്മ, എന്താ കാര്യം? പൊന്നാര പടപ്പേ, ഓല സൗദൻ്റെ വീട്ടിലേക്ക് പോയി വരികയാണല്ലോ. എന്ത് കാര്യത്തിന്? എന്തിനാ അവർ പോയത്? എനിക്കറിയില്ല പൊന്നാരെ. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ പോയതാണ്. എനിക്കറിയാം, നല്ലൊരു മാസമായിട്ട് ദിക്റും സലാത്തൊക്കെ ചെല്ലിരിക്കേണ്ട നേരത്തെ ഇത് കേട്ട് ടെൻഷനായിട്ട് ആകപ്പാടെ തലക്കുരുക്കാനാണ്. അതിൻ്റെ റബ്ബേ, അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ. കുറേ ഒരു ഫിത്തിനെയും ഫസാദും ഇവിടെ നിന്നാണ് വളമ്പും. നമ്മളെന്തത് കാട്ടുക? ഞമ്മക്കത് കേൾക്കുക. എന്തത് ഒരു മനുഷ്യൻ പെരീക്ക് വരുമ്പോൾ പൊയ്ക്കോ എന്നാണ് പറയാൻ കഴിയൂലല്ലോ. നമ്മൾ ആര് വന്നാലും ഇങ്ങോട്ട് ഒത്തുക്ക് കയറ്റി ഇച്ചിറോൻ ചായൻ്റെ ഉള്ളിൽ കൊണ്ട് കൊടുത്ത് ഓൾക്ക് ഇനി കിട്ടുള്ള പൈസ എന്താ വെച്ചാൽ അതും കൊടുത്ത് തൃപ്തിയോട് കൂടി കൊണ്ട് പറഞ്ഞേക്കണം. എല്ലാവരും അങ്ങനെ തന്നെ, ഒരാളെ ഐഷുമ്മ മടക്കി വിട്ടിട്ടില്ല. ഇനി പോലായിട്ട് വരുമ്പോൾ ഓല് വന്ന് പായേരം പറിച്ചിട്ടാണ്. താത്ത അങ്ങനെയാണ്, ഐഷുമ്മ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് പൈസ ഇല്ലായിട്ട് ഇടങ്ങാറാണ്, പണിക്ക് എന്തെങ്കിലും പോകണം, അല്ലാതെ ഇപ്പോൾ ഈ ഒരു എൻ്റെ പുതിയാപ്പിള ഈ ഒരു ഓട്ടോറിക്ഷ ഉന്തിക്കൊണ്ട് എന്ത് കിട്ടാനാ, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞുകാണ്ട് ഇങ്ങോട്ട് ഇടങ്ങാറാവും. ഞാൻ 10,000-2,000 എടുത്ത് കൊടുക്കും ചെയ്യൂട്ടാ. നമ്മൾ മുമ്പ് വന്ന് കൈ നീട്ടല്ലേ. അങ്ങനെ കൈ നീട്ടുമ്പോൾ പിന്നെ ഇപ്പോൾ തരൂലെന്ന് പറയാൻ പറ്റുമോ? പെട്ടെന്ന് ഷമ്മാസ്, ഉമ്മ എന്തിനാ ഉമ്മ അവർക്ക് കൊടുത്തത്? എന്താ മോനെ, ഒരാൾ മുന്നിൽ വന്ന് കൈ നീട്ടുമ്പോൾ പൊയ്ക്കോളീന്ന് പറയാൻ പറ്റൂല, പല കോലത്തിലും വരും. എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ ഇളിർനബി വന്ന് കൈയാട്ടുന്നു. ഇളിർനബി പല കോലത്തിൽ വരും. ചിലപ്പോൾ യാചകര രൂപത്തിലായിരിക്കും. അപ്പം നമ്മൾ മടക്കി വിടരുത് ഒരുത്തരെയും. ഒരു ഉള്ള എന്താ വെച്ചാൽ ഒരു 10 ഉറുപ്പ്യാൻ്റെ പൈസ ഉണ്ടെങ്കിൽ അതെങ്കിലും കൊടുക്കുക എന്ന് പറയും. എങ്ങനെ ഏതൊക്കെ പറയാൻ മടക്കി ഉമ്മ വിട്ടിട്ടില്ല. ഞാൻ ഇതുവരെ ആയിട്ട് ഒരു കുട്ടിനെ ഞാൻ മടക്കി ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞ് വിട്ടിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങളെപ്പോൾ ഉള്ള കാലത്താണ് എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്ത നേരത്താണെങ്കിൽ ഞാൻ ചോറ് വിളമ്പി കൊടുക്കും. ഓൽക്ക് ചോറ് വിളമ്പി കൊടുക്കും, ചായയും കടിയും കൊടുക്കും. പള്ളം നിറച്ചേ ഞാൻ പറഞ്ഞേച്ചുള്ളൂ. നിങ്ങളെ അമ്മയും അങ്ങനെ തന്നെ, നിങ്ങളെ വല്യമ്മ, നിങ്ങളെപ്പാൻ്റെ അമ്മ അങ്ങനെ തന്നെയാണ്. അങ്ങനെ ശീലമായതല്ലേ. ഒരാളെ മടക്കി നമ്മൾ വിട്ടിട്ടില്ലല്ലോ. മടക്കി വിട്ടാൽ നമുക്ക് നാളെ ഈ ഗതി വന്നാൽ എന്താവും, അതാണ് മോനെ ഞാൻ ചിന്തിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ. എന്നാൽ ഷമ്മാസിന് സങ്കടവും ദേഷ്യം വരികയാണ്. ഉമ്മ ആർക്ക് കൊടുത്താലും അവർക്ക് കൊടുക്കരുത്. അതെന്താടാ ഉമ്മ, എന്തിനാണ് വെറുതെ ഫിത്തിനെയും ഫസാദിനും നടക്കുന്ന ആൾക്കാരാണ്. മോനെ മനസ്സിലായില്ല. പെട്ടെന്ന് അതാ അവനത് ഓർത്തു. അതെ, സെമീറയെ അവിടെ നിന്ന് ഒഴിവാക്കണം, അവൾ മച്ചിയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉസ്താദിനൊരു കത്ത് കൊടുത്തത് അത് ഇവർ തന്നെ ആകാൻ തന്നെയാണ് ചാൻസ്. ഒരിക്കലും അത് എന്തായാലും ആ കുട്ടീൻ്റെ അടുത്ത് കൊടുത്തതും കാക്കാൻ്റെ അടുത്ത് കൊടുത്തതും ഒക്കെ ഞാൻ അറിഞ്ഞു സംഭവം.
പഠിച്ചോനെ എന്തൊരു ഫിത്തിനെയും ഫസാദുള്ള പെണ്ണുങ്ങളാണ് ഇവരെങ്ങനെ റബ്ബെ ഒന്ന് നന്നാകുക. ഉസ്താദ് ഇത്രയധികം ക്ലാസ് എടുത്തിട്ട് നന്നാക്കാത്തൊരു ആളുകളുണ്ടെങ്കിൽ ഇത് ഇവരെ ഉണ്ടാവുള്ളൂ. പഠിച്ചോനെ ഉമ്മ, എൻ്റെ പൊന്നുമ്മ അടുപ്പിക്കരുത് കേട്ടോ. ഈ വീട്ടിലേക്ക് ഇനി അടുപ്പിക്കരുത്. എന്താടാ ഈ പറയണത്? ഒരാളെയും വെറുതെ വിട്ടിട്ടില്ല, മരിച്ചോളതുകൊണ്ട് പോട്ടെ. ചിലപ്പം തോന്നും പഠിച്ചോനെ ഒന്നുകൊണ്ട് മരിച്ചു പോയെങ്കിൽ തോന്നും. എന്താ ഉമ്മ നിങ്ങളീ പറയുന്നത്? അതെ മോനെ, എന്താ പോലും എന്ന് പറഞ്ഞത് കാര്യമായിട്ട് എന്തോ എൻ്റെ ഉമ്മാനോട് പറഞ്ഞിക്കണല്ലോ. എന്തുമ്മ? ഒന്നുമില്ല മോനെ, എന്തിനാണ് ഞാനിപ്പോൾ അത് പറഞ്ഞ്? എൻ്റെ നാവ് ഞാൻ പറഞ്ഞാൽ എനിക്ക് മലക്കുകൾ ഇവിടെ എഴുതും, നല്ലത് പറഞ്ഞാൽ ഇവിടെ എഴുതും, തിന്മ പറഞ്ഞാൽ ഇവിടെ എഴുതും. ഏഷണയും പരദൂഷണൊക്കെ വന്ന് പറഞ്ഞ് ഞാൻ ഇഞ്ഞും പറഞ്ഞാൽ ഇഞ്ഞും കുറ്റം വരില്ലേ? വേണ്ട. അസ്തഗ്ഫിറുല്ലാഹ് പഠിച്ചോനെ, കേട്ടതൊക്കെ നീ അങ്ങ് പൊരുത്തപ്പെട്ട് കൊണ്ടല്ല. എന്തോ ഉമ്മ അതിന് മാത്രം എന്താ ഉണ്ടായത്? എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതാ നവാസ് വരുന്നു. ആരാ നോക്കടാ? പഠിച്ചോനെ റബ്ബേ, ഇവിടെ ഇക്കൊല്ലത്ത് ജീവിക്കായ്യാ നല്ലത്. റബ്ബേ. അങ്ങനെ അതാ ഷമ്മാസ് നേരെ സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്തേക്ക് ചെന്നപ്പോൾ നവാസ്കയുടെ കാറാം. നവാസ്ക, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉമ്മയുടെ അവിടെ ഉണ്ട്. എന്നാൽ ഉമ്മ അടുക്കളയിൽ ദുഃഖിച്ചിരിക്കുകയായിരുന്നു. നവാസ് വന്നിട്ട് പോകുകയോ മോനെന്ന് വിളിക്കുകയോ ചെയ്തില്ല. ഉമ്മ സങ്കടപ്പെട്ടിരിക്കുന്നു. ഉമ്മ, നിങ്ങളവിടെ എന്തിനാ വിളിച്ചത്? നവാസേ, എൻ്റെ മുഖത്തേക്ക് നോക്ക്. എന്താ? അല്ല, എന്തൊക്കെ ഞാനീ കേൾക്കണത്? അപ്പോൾ ഈ അങ്ങോട്ട് പോയിട്ടില്ലേ? ഈ അങ്ങോട്ട് സൗദൻ്റെ അടുത്തേക്ക് പോയിട്ടില്ലേ? ഉമ്മ, അത് ഞാൻ എൻ്റെ നവാസേ, എൻ്റെ കുട്ടി എന്ന് മുതൽ അമ്മാൻ്റെ മുഖത്തേക്ക് കള പറയാൻ തുടങ്ങിയത്? അപ്പോൾ ഈ അങ്ങോട്ട് പോയിട്ടില്ലേ? അപ്പോൾ ഈ എവിടെയായിരുന്നു? ഫസീൽ ഇവിടെ വന്നപ്പോൾ ഈ എവിടെയായിരുന്നു? അത് പറയും. ഈ എവിടേക്കാ പോയിൻ്റത്? മനുഷ്യൻ്റെ മനസ്സിനുള്ളിലേക്ക് ഒരു സമാധാനമായിരുന്നു. അതെ, നേരെ ഓളടുത്തേക്ക് പോയി എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഷമ്മാസ് ഞെട്ടിപ്പോയി. അപ്പോൾ ഇക്കാക്ക എവിടെയായിരുന്നു? ഷമ്മാസേ, എന്തിനാടാ നമ്മുടെ വിഷമം നമ്മളെല്ലാവരും അറിയിക്കണേ? ഒന്നുമില്ലമ്മ, എനിക്കൊന്നുമില്ല. ഞാൻ അവിടെയൊക്കെ പോയാലും എനിക്കൊന്നുമില്ല. എൻ്റെ പൊന്നാര മോനെ, ഈ അറിഞ്ഞിക്കണം എന്തെങ്കിലും? അപ്പം ഈ അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നു അല്ലേ? ഉമ്മ, എന്തിനുമ്മ ഞാൻ പോണത്? കണ്ണ് കണ്ട ആളുകളുടെ കൂടെ ജീവിക്കുന്ന അവൾക്ക് ഞാൻ എന്തിനാ ഉമ്മ പോണത്? എൻ്റെ ഉമ്മ പറയും, ഞാൻ എന്തിനാ ഉമ്മ പോണത്? ഞാനൊരു വിഡ്ഢിയായിട്ട് പോവുകയാണോ? കുറേ കാലം ഞാൻ അതൊക്കെ അനുഭവിച്ച് സഹിച്ചില്ലേ? ഇനിയും ഉമ്മ ഞാനതിന്. മോനെ, എന്താടാ ചെയ്യുക? അല്ല നവാസേ, നാളെ ഈ അടുത്ത വീടിൻ്റെ കുടിരിക്കലാണല്ലോ, അത് ഈ അറിഞ്ഞിക്കണോ? ഒരു നിമിഷം നവാസ് ഞെട്ടിപ്പോയി. യാ അല്ലാ, അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ആര് പറഞ്ഞത്? ഇത് ഉമ്മാനോട് ആര് പറഞ്ഞത്? അതൊക്കെ ഇവിടെ ആരൊക്കെ വന്ന് പറഞ്ഞു. ആ ജമീലത്തന്നെ മരോള് ഷെറീനോൾ അഞ്ചത്ത് റാഹിലും വന്നീനു. ശരിക്കും ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഷമ്മാസിന് കലിയാണ്. ഉമ്മ, അവറ്റുകൾ ഉമ്മ, അവർ ഒരിക്കലും വിശ്വസിക്കരുത് കേട്ടോ. കളവ് പറയാൻ ഒരു പേടിയുമില്ലാത്ത ആളുകളാണ്. അവരോട് നമ്മൾ അകലം പാലിക്കുന്നത് നല്ലതാണുമ്മ. നല്ലതെന്ന് കരുതിയിട്ട് നമ്മൾ ഓലെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പല രീതിയിലും അവർ നമ്മളെ ഉപദ്രവിക്കുമ്മ. സത്യമായിട്ടും. എന്താ മോനെ, നമ്മൾ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഓലെ വർത്താനം കേട്ടിട്ട് എനിക്ക് ആകെപ്പാടെ ടെൻഷനായി. നാളെ കുടിരിക്കലാണല്ലോ സൗദൻ്റെ വീട്ടിൽ. ഓല് ആ വീട്ടിലേക്ക് മാറുകയാണ്. വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞേക്കണ്. എന്നാൽ നവാസ് ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയില്ല. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരു നിമിഷം അവൻ വിചാരിച്ചു, ഇത്രയധികം എൻ്റെ ക്യാഷ് കൊണ്ട് മുഴുവൻ ചിലവും വീട് പണിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് അതെ വീട്ടിൽ കൂടുന്ന സമയത്ത് എന്നോടൊരു വാക്ക് പറയാതെ, എന്തിനു വേണ്ടിയിട്ടായിരുന്നു റബ്ബേ? അല്ലെങ്കിലും ബലാലിന് ബർക്കത്തിറങ്ങുന്ന കാലാന്നൊക്കെ പറയില്ലേ, അതാണിപ്പോൾ. അങ്ങനെ നടക്കണവൾക്ക് അങ്ങനെ. എന്നിട്ട് ഒരു വാക്ക് എന്നോട് പറയാതെ. സത്യം പറഞ്ഞാൽ നവാസിന് ഇവിടെ ജീവിക്കാനും പൂതിയില്ലാത്ത പോലെയായി. ഉമ്മ, മോനെ. നവാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. എന്നാൽ ഷമ്മാസിനും അത് കേട്ടപ്പോൾ വല്ലാത്തൊരു ടെൻഷനായി. ഉമ്മ,
എന്ത് കേട്ടത്? അതേ മോനെ, അവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് വലിയൊരു കൊട്ടാരം പോലത്തെ ഒരു വീട് നവാസ് ഉണ്ടാക്കിക്കണല്ലോ. എന്തായിപ്പോ? ഒരു കുടിരിക്കൽ പോലും എന്നോട് പറഞ്ഞില്ലടാ. ഇജ്ജ് ചോര നീരാക്കി ഉണ്ടാക്കിയ ക്യാഷ് കൊണ്ട് ഓല് പൈസ ഒക്കെ ഇട്ട് കൊടുത്തതുകൊണ്ട് വീടൊക്കെ ഉണ്ടാക്കിയിട്ട് വേണ്ട, ഞാൻ പറയണില്ല. അസ്തഗ്ഫിറുള്ള, എന്തിനാണ് വെറുതെ പറയണത്? ഷമ്മാസ് ഒരു നിമിഷം ഞെട്ടിപ്പോയിരുന്നു. ഉമ്മ സത്യമായിട്ടും ഷ്യാമോനെ, ആയിക്കോട്ടെ, ഓലോലും ഇഷ്ടം പോലെ എന്താ വെച്ചാൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല കുഴപ്പമില്ല. നവാസ് കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. എന്നാൽ ഉമ്മ, മോനെ വരി, ഉമ്മാൻ്റെ കുട്ടി കരഞ്ഞിറങ്ങി പോവല്ലേ. ഉമ്മ, എന്തിനാ ഉമ്മ? അതെ, അവർ ഉമ്രക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുക്കണം ഞാൻ. എന്തായാലും ഞാൻ ഫസ്റ്റ് പോട്ടെ, അവർ പോയിക്കോട്ടെ. ഏതായാലും മോൻ എങ്ങോട്ടാ പോകുന്നത്? ഉമ്മ, ഞാൻ എന്തിനാ ഇവിടെ നിൽക്കണത്? എന്തിനാ ഉമ്മ? ഞാൻ പോട്ടെ ഗൾഫിലേക്ക്. ഞാൻ നാളെ തന്നെ കയറാണ്, നാളെ സുബഹിക്ക്. മോനെ, ഉമ്മാൻ്റെ കുട്ടി പോവുകയാണോ? അതെ ഉമ്മ. എന്തിനാ ഉമ്മ? എന്നെക്കൂടെ കഴിയണില്ല എല്ലാം കൂടി പിടിച്ചിവിടെ നിൽക്കാൻ. ഉമ്മ ഞാൻ പോട്ടെ. ഷാമോനെ, അവരൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇക്ക, നിങ്ങൾ എന്തൊരു മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് എന്തിനാ മോനെ ഇവിടെ നിന്നിട്ട് എന്താ? എന്നും നവാസ് വിതുമ്പി. ഷമ്മാസ് അവനെ നെഞ്ചോട് ചേർത്തു. ഏയ്, ഇക്ക കരയല്ലേ. എന്നും തന്നെ ഷാമോനെ, എൻ്റെ ജീവിതത്തിൽ സമാധാനം സുഖം എനിക്കില്ല. പോട്ടെ. അവൻ കണ്ണുകൾ തിടച്ചു. എന്നാൽ ഉമ്മാക്ക് വല്ലാത്തൊരു വേദനയായിപ്പോയി. പഠിച്ചോനെ, എൻ്റെ കുട്ടിക്ക് എന്നും തന്നെയാണ് റബ്ബേ. മോനെ, കുട്ടി പോവുക. ആയിക്കോട്ടെ, പോയിക്കോളി, അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക? ഉമ്മ അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഉമ്മാൻ്റെ കുട്ടി ഒന്നും കൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. ഉമ്മാൻ്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും. അല്ലെങ്കിലും ഓല് ചെയ്തത് ഇത്രക്കും ചതി ചെയ്യാൻ പാടുണ്ടോ? എൻ്റെ കുട്ടി അത്രക്കും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുത്ത ക്യാഷ് കൊണ്ട് പോലും വീട് വെച്ചിട്ട് ഒരു വാക്ക് പോലും പറയാതെ ഉമ്മാൻ്റെ കുട്ടി പോയിക്കോളി. അതിന് നല്ല ഉമ്മാൻ്റെ ദുആ എപ്പോഴും ഉണ്ടാവും കേട്ടോ. നവാസ് ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഉമ്മ എന്നോട് പൊറുക്കണം കേട്ടോ. ഉമ്മ പോലും അറിയാതെ അവർക്ക് വീടിനുള്ള ക്യാഷും കാര്യങ്ങളൊക്കെ അത് ആദ്യം തന്നെ ഒരു ഷോപ്പിൻ്റെ അവരുടെ അക്കൗണ്ടിലേക്ക് കണക്റ്റ് ആക്കി കൊടുത്തു. പിന്നെ ഉമ്മ എല്ലാം അങ്ങോട്ടാണ്. ഞാൻ എൻ്റെ ഉമ്മയോട് പോലും അത് ശരിക്കും പറഞ്ഞിട്ടില്ല. മോനെ, സാരമില്ല, എന്തായാലും സാരമില്ല. ഉമ്മാക്കും നല്ല സങ്കടം ഉണ്ടായിരുന്നു. അത് നവാസ് പോകുകയാണ്. ഒരു നിമിഷം ഷാമോനും അത് വിചാരിച്ചു, റബ്ബേ, ഉമ്മയോട് മറച്ചു വെച്ചൊരു കാര്യം എനിക്കുണ്ട്. അതെ, ആ റാഹില സ്വർണം കട്ടുകൊണ്ടു പോയതും കുഴിച്ചിട്ടതും സമീർ ആ സ്വർണവുമായി എടുത്തു കൊണ്ടുവന്നതും അങ്ങനെ എല്ലാം ഉമ്മയോട് മറച്ചു വെച്ച കാര്യങ്ങളാണ്. എൻ്റെ ഉമ്മ അത് അറിഞ്ഞു കഴിഞ്ഞാൽ വിഷമിക്കും എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയാതിരുന്നത്. നവാസ് ഉമ്മയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. മോനെ, കുട്ടി പോവുക. അത് ഉമ്മ, നാളെ സുബഹിക്ക് ഇന്നലെ ടിക്കറ്റ് എടുത്തിട്ട് പെട്ടെന്ന് പോട്ടെ. ഷാമോനെ, മക്കളുടെ കാര്യം ഒന്ന് നോക്കണട്ടേ. ഇക്കാക്ക, നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട. പിന്നെ ഒരു ഉംറക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് പോയിക്കൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മോൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. അതെ, അവരെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കൊണ്ട്. അങ്ങനെ അതാ നവാസ് സങ്കടത്തോടെ പുത്തൻ വീട് തറവാട്ടിൽ നിന്നും കണ്ണീരോടെ പടിയിറങ്ങുന്നു. ഉമ്മ നോക്കി നിൽക്കുന്നു. ഉമ്മ പൊട്ടിക്കരഞ്ഞു. ഷമ്മാസ് ഉമ്മയെ ആശ്വസിപ്പിച്ചു. ഉമ്മ സാരമില്ല, അല്ലെങ്കിലും അങ്ങനെ കുറച്ച് വിട്ടു നിൽക്കുമ്പോൾ കുറച്ചൊരു ആശ്വാസം കിട്ടും. ഈ നാട്ടിൽ നിന്നിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ആർക്കായാലും ആ സമാധാനം കിട്ടൂല. പോയിക്കോട്ടെ, പാവം. അവിടെ ആകുമ്പോഴേ ആ ഫ്രണ്ട്സെല്ലാം ഇടയിലൊക്കെ ആകുമ്പോൾ അത്ര ടെൻഷൻ അറിയില്ല. ആയിക്കോട്ടെ. നവാസ് അതാ വണ്ടിയിലേക്ക് കയറുമ്പോൾ ഒരിക്കൽ കൂടി ഉമ്മയെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, ഉമ്മ, എൻ്റെ കുഞ്ഞ്. എന്നാൽ അത് കേട്ടപ്പോൾ ഐഷുമ്മക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അതെ, സൗദിയുടെ കുഞ്ഞിൻ്റെ കാര്യമാണ് പറഞ്ഞത്. മോനെ,
ഉമ്മാൻ്റെ കുട്ടി ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, എല്ലാം ഞാൻ നോക്കിക്കൊണ്ട്. ഉമ്മാൻ്റെ മോൻ പോവുകയാണെങ്കിൽ പൊയ്ക്കോളി കേട്ടോ. അങ്ങനെ അതാ നവാസ് യാത്രയാകുന്നു. ഐഷുമ്മ പൊട്ടിക്കരഞ്ഞു. ഷമ്മാസ് ആശ്വസിപ്പിക്കുന്നു. ഉമ്മങ്ങൾ കരയില്ലമ്മ, എൻ്റെ കുട്ടിൻ്റെ വിധി ആലോചിച്ചിട്ട് ഞാൻ കരഞ്ഞതാടാ. അല്ലെങ്കിലും നമ്മൾ ഉമ്മ സാരല്ല, എന്താ ചെയ്യുക, ഒരിക്കലും തിരിച്ചു വരുമായിരിക്കും, അല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യുക. മോനെ, നിസ്സഹയായി ഷമ്മാസിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അതാ ഉമ്മ അവിടെ ഇരുന്നു. ഉമ്മയുടെ കണ്ണുകൾ പതുക്കെ അടയുന്ന പോലെ ഷമ്മാസിന് തോന്നി. ഉമ്മ, എന്തു പറ്റി ഉമ്മ? മോനെ, അറിയില്ലടാ ഉമ്മ. ഉമ്മ പതുക്കെ അതാ ഷമ്മാസിൻ്റെ ശരീരത്തിലേക്ക് ചായുന്നു. ഉമ്മ എന്തു പറ്റി ഉമ്മ? അപ്പോഴേക്കും നുസൈബയും ഓടി വന്നു. ഉമ്മ, നുസി കുറച്ച് വെള്ളം എടുത്തേ. ഉമ്മക്ക് വെള്ളം കൊടുക്കുന്നു. പക്ഷെ ഉമ്മ കുടിക്കാൻ കഴിയണില്ല. മോനെ, മോനെ, കുറച്ച് വെള്ളമെടുത്ത് ഷമ്മാസ് ഉമ്മയുടെ മുഖത്തേക്ക് കുടഞ്ഞു. ഉമ്മ, ഉമ്മ. ഇല്ല, ഉമ്മ ബോധരഹിതയായി അവിടെ വീഴുകയായിരുന്നു. റബ്ബേ, അല്ലാ, പഠിച്ചോനെ, നുസി, എന്താ ഞാൻ ചെയ്യാൻ എനിക്കറിയുന്നില്ല. അപ്പോൾ തന്നെ ഷമ്മാസതാ, നുസി പെട്ടെന്ന് വാതിലടിച്ച, കുഞ്ഞിനെടുക്ക്. ഉമ്മയെ വാരിയെടുത്തുകൊണ്ട് അതാ ഷമ്മാസ് വണ്ടിയിലേക്ക്. നുസൈബയും കുഞ്ഞും അവർ നേരെ ഹോസ്പിറ്റലിലേക്ക്. അതിനിടയിൽ നുസൈബ ഉമ്മയെ വിളിക്കുന്നു. ഉമ്മ, ഉമ്മ. എന്തോ ഉമ്മ? ഉമ്മ, അത് തൻ്റെ പൊന്നുമോൻ്റെ ആ ഒരു വേദന ആ ഉമ്മക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. ഇക്ക, അത് നവാസ്കനെ വേണ്ട, നവാസ്കയെ വിളിക്കണ്ട. നവാസ്ക അല്ലെങ്കിൽ ടെൻഷനിലാണ്. ഇനിയിപ്പോൾ നവാസ്കയെ വിളിക്കണ്ട. നേരെ അതാ ഉമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ക്യാഷ്വാലിറ്റിയിൽ പ്രവേശിപ്പിച്ച്. എന്തു പറ്റി? ഉമ്മ പെട്ടെന്ന് ഒരു തളർച്ച വന്നു. പിന്നെ അപ്പോൾ തന്നെ നേരെ കൊണ്ടുപോയി അത് ഓക്സിജൻ കൊടുക്കുന്നു. അത് ഒന്നുമില്ല. എന്ത് സംഭവിച്ചത്? ടെൻഷൻ എന്തേ ആയോ? അത് ഒന്നും ചെറുതായിട്ട്. ഓക്കെ. പെട്ടെന്ന് അതാ ഡോക്ടർ എത്തി. ഉമ്മയെ പരിശോധിച്ചു. ഉമ്മയെ നോക്കുന്ന ഡോക്ടർ തന്നെയാണ് എത്തിയത്. ഞാൻ പറഞ്ഞിട്ടില്ലേ ഉമ്മയെ ടെൻഷനാക്കരുത് എന്നുള്ളത്. ഉമ്മക്ക് ടെൻഷൻ വരുമ്പോൾ അങ്ങനെ ഒരു ശ്വാസതടസ്സം വരികയും ഒരു ബോധം രഹിതമാവുകയൊക്കെ ചെയ്യും എന്ന് അന്ന് ഞാൻ പറഞ്ഞതല്ലേ. അതെന്ത് ശ്രദ്ധിച്ചില്ലേ? അത് ഉമ്മയെ ടെൻഷനാക്കിയതൊന്നല്ല അത്. എന്നാൽ ഈ സമയം അതെ, ഉമ്മയെ ടെൻഷനാക്കിയത് കാര്യങ്ങളെല്ലാം പറഞ്ഞത് റായിലയും ഷെറീനയും ആണെന്നുള്ളത് ഷമ്മാസിന് ബോധ്യപ്പെട്ടു. അതിനുശേഷമാണ് ഒക്കെ ഉണ്ടായത്. അല്ലെങ്കിലൊന്നും ഉണ്ടാവില്ലായിരുന്നു. അവരാണ് ഇതിൻ്റെയൊക്കെ ഏജൻറ്റ് എന്നും ഷമ്മാസിന് തോന്നുകയാണ്. പഠിച്ചോനെ, ഇങ്ങനെയുണ്ടല്ലോ ആളുകൾ. ഷമ്മാസ് ആകെപ്പാടെ സങ്കടത്തിൽ. എന്നാൽ നുസൈബ കുഞ്ഞുമായി അതാ. അതെ, പിന്നെ ഉമ്മാക്കൊന്നും പറ്റൂല, അതറിയിക്കണ്ടേ ആരെങ്കിലൊക്കെ? എന്തിന് വേണ്ട, ഞാനും നീയുണ്ടല്ലോ, അത് മതി. ഉമ്മാക്ക് മാറിക്കോളും. ഷമ്മാസ് ഉമ്മയുടെ അടുത്തിരുന്നു. ഉമ്മയുടെ നെറ്റിയിൽ തലോടിക്കൊണ്ടിരുന്നു. ഉമ്മ. ഷമ്മാസ് ഉമ്മയുടെ മുഖത്തിങ്ങനെ തടവിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മ ഇതാരാ നോക്കിമ്മ? ഉമ്മാൻ്റെ ഷാമോനെ വിളിക്കണേ. എന്തുമ്മങ്ങളിങ്ങനെ ഒന്ന് കണ്ണ് തുറന്നാണേ. എനിക്ക് നിങ്ങൾ കിടക്കണ കാണാൻ കഴിയൂലമ്മ. നിങ്ങളിങ്ങനെ കിടക്കില്ലേ ഉമ്മ? ഷമ്മാസിൻ്റെ കണ്ണുനീര് ഉമ്മയുടെ മുഖത്തേക്ക് ഒറ്റി വീഴുന്നു. ഉമ്മ, മോനെ, അല്ലാ, എൻ്റെ കുട്ടി എവിടെ? എൻ്റെ നവാസ് എവിടെ? എൻ്റെ നവാസ്. ഉമ്മ, നവാസ്കാക്ക് എന്തോ ഒന്നുമില്ലല്ലോ. നവാസ്ക അവിടെ ഉണ്ടല്ലോ. ഉമ്മാക്ക് എന്തോ പറ്റിയത്? മോനെ, അല്ലാ. അപ്പോഴേക്കും ഷുഗറും പ്രഷറും എല്ലാം നോക്കുന്നു. അതെ, പ്രഷർ അടിച്ചു കയറിയിട്ടുണ്ട്. ടെൻഷൻ വരുമ്പോൾ പ്രഷർ കൂടിയിട്ടുണ്ട് ഇവർക്ക്. പിന്നെ ഷുഗർ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തൊക്കെ തന്നെയാലും ചെക്ക് ചെയ്യട്ടെ. പ്രഷർ നല്ലോണം ഹൈ പ്രഷറാണ്. ഏതായാലും തൽക്കാലം ഇവിടെ കിടക്കട്ടെ കേട്ടോ, പെട്ടെന്ന് വീട്ടിലേക്ക് പോകണ്ട. ഷമ്മാസിന് വല്ലാത്തൊരു സങ്കടമായി. റബ്ബേ, എൻ്റെ ഉമ്മാക്ക് ഒന്നുമില്ലായിരുന്നല്ലോ, പാവം. ആ പെണ്ണുങ്ങൾ വന്ന് പോയതിന് ശേഷം എൻ്റെ ഉമ്മ ടെൻഷനായതാണ്. ഷമ്മാസിൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ വന്നു. റബ്ബേ,
അല്ലാ, എന്തിനാ റബ്ബെ ഒരാൾ എടുങ്ങാറാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോരുത്തരുണ്ട് നീ പടക്കുന്നത്? അല്ല, അന്ന് കുറേ ടെൻഷനായി. ഇപ്പോൾ അവിടെ പോകലും എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട്? അല്ലെങ്കിൽ സൗദൻ്റെ വീട്ടിലൊരു പോയത്, അവർ സൗദൻ്റെ വീട്ടിലേക്ക് പോവേ കുടിരിക്കൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും നടന്നോട്ടെ, അതിനിപ്പോൾ ഇവിടെ ഇപ്പം എന്താ? ഒന്നുമില്ല. അതൊക്കെ മറ്റേ പെണ്ണുങ്ങൾ വന്ന് ഇവിടെ എന്തിനാ പറഞ്ഞത് അറിയില്ല. എന്തൊക്കെ പറഞ്ഞു കൂട്ടിക്കണാവോ, ആർക്കറിയാം. എന്നാൽ പതിവ് പോലത്തെ സമയമായപ്പോൾ ഉമ്മാൻ്റെ ഫോണിലേക്ക് അതാ സാജി വിളിക്കുന്നു. പക്ഷെ ഉമ്മയുടെ ഫോണ് ബെല്ലടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. എന്താ റബ്ബേ ഉമ്മ എടുക്കാത്തത്? ഷാമോൻ്റെ ഫോണിലേക്ക് വിളിച്ചോക്കട്ടെ. അപ്പോൾ തന്നെ ഷമ്മാസിനെ വിളിക്കുന്നു. ഷാമോനെ, എടാ ഉമ്മ ഫോൺ എടുക്കണില്ലല്ലോ, ഈ എവിടെയാണ്? ഈ വീട്ടിലാണോ അതോ ഷോപ്പിലാണോ? ആ, ഞാൻ ഇവിടെ പുറത്താണ്. ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം പറഞ്ഞില്ല. അതെ, പ്രസവിച്ച് കിടക്കല്ലേ, ഇനിയിപ്പോൾ അതിനെ കൂടി പറഞ്ഞ് ടെൻഷൻ ആക്കണ്ട എന്ന് കരുതിയിട്ട്. എന്താ ഷാമോനെ ഉമ്മ ഫോൺ എടുക്കാത്തത്? ആ, അത് ഉമ്മ വേണമെങ്കിൽ അത്. എന്താ ഷാമോനെ? ഇക്ക എന്താ പറ്റി? നിങ്ങൾ എവിടെയാണ്? അപ്പോൾ തന്നെ ഫോൺ കട്ട് ചെയ്തു. ഓനൊന്നും കാര്യമായിട്ട് മിണ്ടണം കൂടില്ല. എന്താ, എന്തു പറ്റി? അത് സാജിയുടെ ഹസ്ബൻഡ് ചോദിച്ചു. എന്താടി? അല്ലേ, ഷാമോ പുറത്താണ് പറഞ്ഞു, ഉമ്മ ഫോൺ എടുക്കണില്ല. എവിടെ നോക്കട്ടെ. അപ്പോൾ തന്നെ അത് അളിയൻ നേരെ ഷമ്മാസിനെ ഫോണിലേക്ക് വിളിച്ചു. ഹലോ ഷാമോനെ, എവിടെ നീ പറഞ്ഞ? എന്താ ഉമ്മ ഫോൺ എടുക്കണില്ലൊക്കെ പറഞ്ഞിട്ട് സാജി ഭയങ്കര കരച്ചിൽ, എന്താ സംഭവം? അളിയാ, ഇനിയിപ്പോൾ അത് അവളോട് പറയണ്ട. അത് ഉമ്മ ഹോസ്പിറ്റലിലാണ്. ഉമ്മാക്കാകെ ടെൻഷൻ കയറിയിട്ടേ, ഉമ്മാക്ക് എന്തൊക്കെയോ ശ്വാസതടസ്സമൊക്കെ ഉണ്ടായിട്ട് ഉമ്മ ഇവിടെ ഹോസ്പിറ്റലിലാണ്. സാജിയോട് ഞാൻ പറയണ്ട, അവൾ പ്രസവിച്ച് കിടക്കില്ല. ഇനിയിപ്പോൾ ആ കുട്ടീനെയും കൊണ്ട് ആകെ ടെൻഷൻ അതിലേറെതാവും. അല്ല, എന്താണ്, എന്ത് പറ്റിയത്? അല്ല, ഉമ്മാക്ക് ഇങ്ങനെ ചെറുതായിട്ടൊരു ഇങ്ങനെ അന്നത്തെ ഒക്കെ പോലെ ഒരു ടെൻഷൻ ഉണ്ടായതാണ്, വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഇങ്ങനെ വീട്ടിലേക്ക് കയറ്റിട്ടുണ്ട്, ഗ്ലൂക്കോസ് കയറ്റുന്നുണ്ട്, ബ്ലഡും കുറച്ച് പ്രഷർ കൂടുകയും ചെയ്തിരിക്കണം ടെൻഷനായിട്ട്. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, ഒക്കെ റെഡി ആയിക്കോളും ഇൻഷാ അല്ലാ. ആ ഷാമോൻ എവിടെയാണ്? ഞാൻ ഇവിടെ ഉമ്മാൻ എന്നും കാണിക്കാനുള്ള ഡോക്ടറെ തന്നെയാണ് കാണിച്ചത്. ഓ, അവിടെയാണല്ലേ? ആ, ഓക്കെ ഓക്കെ, എന്നാൽ ശരിയടാ. അത് സാജി, ഞാനിപ്പോൾ വരാം. എന്തേക്കാ? നിങ്ങൾ എങ്ങോട്ടാ? ഒന്നുമില്ല, ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാം. എന്നാലും എവിടെ എൻ്റെ പേഴ്സ്? ആ ചാവിയുടെ? അല്ല, നിങ്ങൾ അങ്ങാടിയിലേക്ക് പോകുമ്പോൾ വണ്ടി എടുക്കാറില്ലല്ലോ, എന്തിനാ ഇപ്പോൾ? ഞാൻ അപ്പോൾ വരാന്നേ. ഇക്ക എന്താണ്? ഉമ്മ വിളിച്ചിട്ട് ഫോൺ എടുക്കണമല്ലോ, എന്ത് സംഭവിച്ചത്? ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വരാം. എന്താണിത്? ഉമ്മ വിളിച്ചോളും. ഇക്ക എനിക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞില്ല, എന്തിപ്പോൾ ഇതിപ്പോൾ ഇല്ലാത്ത? അവന് പുറത്താണ്, അവന് ഉമ്മയുടെ ഫോൺ എന്താണെന്ന് അറിയാം, സൈലൻ്റ് ആയിരിക്കും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. പഠിച്ചോനെ. എന്നാൽ അപ്പോൾ തന്നെ അതാ അളിയൻ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. ഷമ്മാസിനോട് ചോദിക്കുന്നു എവിടെയാണെന്നൊക്കെ. ഷമ്മാസ് കാര്യങ്ങളെല്ലാം പറയുന്നു. ഉമ്മ ICUവിലാണ് ഷമ്മാസ് പറയുന്നു. എന്നാൽ അലിമോൻ വന്നപ്പോൾ എന്താ പറ്റിയത്? എൻ്റെ പൊന്നളിയാ, ഉമ്മാക്ക് ടെൻഷനാകാൻ പാടില്ല എന്ന് ആദ്യം പറഞ്ഞാണ്. ഉമ്മാനെ ടെൻഷൻ ആക്കരുത്. ഞങ്ങളെങ്ങനെ ഉമ്മാനെ നോക്കണമെന്നോ? ഞങ്ങൾ ഉമ്മാനെ ഒന്നും അറിയിക്കാതെയും ഒന്നും അങ്ങനെ നല്ല രീതിയിൽ കൊണ്ട് നടക്കുകയാണ്. ആരും ഒരു ടെൻഷനുള്ള വാക്കും കാര്യങ്ങളും. ഉമ്മക്ക് സന്തോഷമാണ് എപ്പോഴും ഇഷ്ടം. ടെൻഷൻ എന്ന കാര്യം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മാക്ക് ഭയങ്കര ഇതാണത്. അന്ന് ആ സൗദൻ്റെ വീട്ടിൽ പോയപ്പോഴും ഉമ്മാനെ കുറേ അവർ ചീത്ത പറഞ്ഞിരിക്കണം. അതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല ഷമ്മാസ്. അതൊക്കെ ഉമ്മ ഉള്ളിൽ ഒതുക്കിയിരിക്കണം. പക്ഷേ ഇതൊക്കെ ഇങ്ങോട്ട് കേട്ടപ്പോൾ, അല്ലടാ, ഉമ്മാനെ പിന്നെ ആരെ ടെൻഷനൊക്കെ വന്നത്? അതവിടെ തൊട്ടപ്പുറത്തൊരു ആൾക്കാരുണ്ട്, അവർ വന്ന് എന്തൊക്കെയോ സൗദയെക്കുറിച്ച്, നവാസ് ഖാൻ്റെ ഭാര്യനെ കുറിച്ചൊക്കെ പറഞ്ഞതൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് അത് ആകെപ്പാടെ അത് കേട്ടിട്ട് ഉമ്മക്ക് ടെൻഷൻ കൂടി. അതുതന്നെ ആയിരിക്കും. പിന്നെ അതല്ല, നവാസ്ക്ക് ഗൾഫിൽ പോകാമെന്ന് പറഞ്ഞപ്പോഴേ ഉമ്മ ഒന്നുകൂടി ടെൻഷൻ കൂടിയതാണ്, വേറെ ഒന്നുമല്ല. എന്താ ഷാമോനെ, ഉമ്മാനെ നല്ല രീതിയിൽ ഇനിയിപ്പോൾ അങ്ങനത്തോടൊന്നും അടുപ്പിക്കാതിരിക്കുക കേട്ടോ. അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? കുഴപ്പമൊന്നും ഉണ്ടാവില്ല, സാരമില്ല കേട്ടോ, ആ കാര്യത്തിലൊന്നും വിഷമിക്കണ്ട. എന്നാൽ നുസൈബയും ഉമ്മയുടെ തൊട്ടടുത്തുണ്ട്. ഷമ്മാസിൻ്റെ കയ്യിലാണ് ഇപ്പോൾ കുഞ്ഞുള്ളത്. അവൻ പുറത്തിരിക്കുമ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ഇരിക്കും. നുസൈബ കുറച്ച് സമയം ICUവിലിരിക്കും. അവൾക്ക് സങ്കടമാണ്. പഠിച്ചോനെ റബ്ബേ, ഉമ്മ ഇല്ലാതായി കഴിഞ്ഞാൽ റഹ്മാനെ ഞങ്ങൾക്ക് ആരാ ഉണ്ടാകുക? അതെ, സ്വന്തം വീട്ടിലേക്ക് പോകുന്ന ഇഷ്ടമില്ലായിരുന്നു നുസൈബക്കൊന്നും. കാരണം തന്നെ സംരക്ഷിച്ചത്
എന്നെ ഈ നിലയിലേക്ക് എത്തിച്ചത് ഈ ഉമ്മയാണ്. പഠിച്ചോനെ, ഉമ്മ ഇല്ലാതായി കഴിഞ്ഞാൽ എനിക്ക് ആരുണ്ടാകുക? അവൾ വിതുമ്പി. പഠിച്ചോനെ, അവൾ ഉമ്മാക്ക് ഖുർആനൊക്കെ ഓതിക്കൊടുക്കുകയാണ്. സലാത്തും ദിക്റുകളും ആയത്തുൽ കുർസിയും എല്ലാം ഓതി ഉമ്മയുടെ തലയിൽ ഇങ്ങനെ ഓതിക്കൊടുത്തു. ഉമ്മ, ഉമ്മക്ക് എന്തുമ്മ പറ്റിയത്? ഉമ്മ എന്തിനെങ്ങനെ ടെൻഷനാകുന്നത്? ഉമ്മക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? മോളെ, എവിടെ ഷാമോന്? എന്ത് ഉമ്മ? ഓനൊന്ന് വിളിക്കുമോ? ആ ഉമ്മ വിളിക്കാം. അതെ ഇക്ക. പിന്നെ ഉമ്മ വിളിക്കണ്. എന്താ? കുഞ്ഞിനെ പിടിച്ചേ. നുസൈബ കുഞ്ഞിനെയും കൊണ്ട് അവിടെ തന്നെ നിന്നു. ഉമ്മ, മോനെ, എൻ്റെ നവാസ്, എൻ്റെ കുട്ടി പോയാവോ? എൻ്റെ കുട്ടി. ഉമ്മ, നവാസ് ഖാനോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ടെൻഷൻ ആക്കണ്ട വിചാരിച്ചിട്ട്. നവാസ് ഖാക്ക് ഒന്നുമില്ല. എന്തപ്പോൾ നവാസ് ഖാൻ ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പോവല്ലേ? അവിടെ ബിസിനസ്സും കാര്യങ്ങളും ഉള്ളല്ലേ. ഇടയ്ക്ക് പോയൊക്കെ ഉണ്ടുമ്മ. പിന്നെ ഉമ്മറൊക്കെ അവർ ചെല്ലുമ്പോൾ എത്താമെന്നും പറഞ്ഞു. അതിനിപ്പോൾ എന്തിനാ ഉമ്മ ടെൻഷനാണ്? മോനെ, പാവാണടാ. എൻ്റെ കുട്ടിക്ക് ജീവിതത്തിൽ സമാധാനം സുഖം കിട്ടിയിട്ടില്ല. എല്ലാ പെണ്ണുങ്ങളും അവനങ്ങനെ കഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ എന്താ റബ്ബേ കാട്ടുക? നോറ്റുണ്ടായൊരു കുട്ടിയുണ്ട് നവാസ്. അത് നിലത്തും ധൈര്യം വെക്കാതെ കൊണ്ടുവരുന്നതിന് ഓൻ്റെ ഉപ്പ. അതിനെ ഇപ്പം എൻ്റെ കുട്ടിക്ക് പെണ്ണെട്ടിൻ്റെ ശേഷം ഒന്നും ഇടങ്ങാറുണ്ട്. എന്താ? ഏയ്, ഊരെടുങ്ങാറില്ല. ഇപ്പം എന്താ ഫസീലത്ത് എത്ര സ്നേഹത്തോടെയാണ് നോക്കുന്നത് ഇക്കാനെ. അത് പോരെ, ഫസീലത്തൻ്റെ മക്കളും ഒരു സന്തോഷത്തോടു കൂടി ജീവിക്കണം. സൗദ പിന്നെ വന്നല്ലമ്മ, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. നവാസ്കാക്ക് ഇപ്പോൾ ഒരു കുടുംബമുണ്ട്. അതെ, നല്ല രീതിയിലൊരു ജീവിക്കുന്നുണ്ട്. ഫസീലത്തെ പഴയ പോലെ ഒന്നല്ല, എല്ലാം കൊണ്ട് നല്ല രീതിയിൽ നന്നായിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. മോനെ, എൻ്റെ കുട്ടി അവസാനം പറഞ്ഞ വാക്ക് കേട്ടോ? എന്തുമ്മ? ഉമ്മ, എൻ്റെ കുട്ടി എന്ന് പറഞ്ഞത് അത് സൗദിയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊണ്ടാണ് മോനെ പറഞ്ഞത്. എന്താ ഞാൻ കാട്ടുക? ആ കുട്ടീനെ നമുക്ക് സംരക്ഷിക്കണ്ടേ? നമ്മളെ കുട്ടിയല്ലത്. എന്താ ഉമ്മ, അത് പ്രസവിച്ചിട്ട് പോലുമില്ല. അതിനെക്കുറിച്ച് ഉമ്മ ഓരോന്ന് പറഞ്ഞ് ടെൻഷനാ വേണ്ട. അതൊക്കെ ഇൻഷാ അല്ലാ അതിൻ്റെ വഴിക്ക് നടക്കും. ഉമ്മ, എൻ്റെ ഉമ്മനല്ലേ പറല്, എല്ലാം പടച്ച റബ്ബ് കൽപ്പിച്ച പോലെയെന്ന്. അള്ളാഹു ഓരോന്ന് വിധിച്ചിട്ടുണ്ട്, അതുപോലെയല്ലേ വരല്ല. ഒന്നും പറ്റിയിട്ടില്ലല്ലോ. അല്ല മോനെ. ഷമ്മാസിൻ്റെ കൈകൾ ഉമ്മ മുറുകെ പിടിക്കുന്നു. അത് പിടിച്ചപ്പോൾ ഷമ്മാസിന് അല്പം ഭയം തോന്നി. ഉമ്മ, മോനെ, മോൻ്റെ കുട്ടി ദുആ ചെയ്യ് കേട്ടോ. എന്തുമ്മ? ഉമ്മക്ക് വേണ്ടി എന്നും ദുആ ചെയ്യാറുണ്ടല്ലോ. 5 വക്ത് നിസ്കാരത്തിനും തഹജ്ജുദിനൊക്കെ ഞാൻ ഉമ്മക്ക് ദുആ ചെയ്യാറുണ്ടല്ലോ. ഈ കുട്ടി മരിക്കാൻ വേണ്ടി എൻ്റെ കുട്ടി ദുആ ചെയ്യ് മോനെ. ഇനി ഉമ്മക്കാവൂല, ഇനി കഴിയൂല മോനെ. കുട്ടി മരിക്കാൻ എൻ്റെ കുട്ടി ദുആ ചെയ്യട്ടെ. ഉമ്മ, ഷമ്മാസിൻ്റെ കൈകൾ ഉമ്മ മുറുകെ പിടിക്കുകയാണ്. പഠിച്ചോനെ, ഉമ്മ. എന്താ ഉമ്മ ഇത്? എൻ്റെ ഉമ്മ, എന്താ ഉമ്മ, നിങ്ങൾ അങ്ങനെയൊന്നും പറയില്ലേ? ഷമ്മാസിന് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. അവനൊരു നിമിഷം നുസൈബയെ വിളിച്ചു. നുസി, എന്തേക്ക? അവൾ കുഞ്ഞിനെയും കൊണ്ട് ഓടിയെത്തി. എന്നാൽ അപ്പോഴേക്കും ഷമ്മാസിൻ്റെ കുഞ്ഞ് കരഞ്ഞു. ആ കരച്ചിൽ കേട്ടപ്പോൾ ഐഷുമ്മ, അതെ, ഐഷുമ്മയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. മോളെ ഫാത്തിമ, ഉമ്മമ്മൻ്റെ കുട്ടിയുടെ എന്ന് പറഞ്ഞപ്പോൾ ഷമ്മാസിന് അല്പം സമാധാനമായി. അല്ലാ റബ്ബേ, നീ കാക്കല്ല. എന്നാൽ കുഞ്ഞുമോൾ ഉമ്മയെ തന്നെ നോക്കി ഉമ്മയുടെ അടുത്തേക്ക് ചാടാൻ നോക്കുകയാണ്. കുഞ്ഞിൻ്റെ ആ ഒരു കൊഞ്ചൽ കണ്ടപ്പോൾ അതാ ഐഷുമ്മയുടെ മുഖത്തെ ആ ഒരു പുഞ്ചിരി വിടർന്നു. ഒരു നിമിഷം ഷമ്മാസ് പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു. അല്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഐഷുമ്മ പുത്തൻ വീട്ടിൽ നിന്ന് വിട പറഞ്ഞു പോയാൽ പിന്നത്തെ സ്ഥിതി എന്തായിരിക്കും? ഇൻഷാ അല്ലാ നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.